ഇവിടെ വെക്ക്. അതെ, ഞാൻ അറിയുക. അത് ധൈര്യമില്ലാത്തൊരു കാര്യം. മണ്ടന്മാര് പറയാൻ ഞാൻ കേട്ടെ. ഞാൻ ആദ്യം രക്ഷപ്പെട്ടെ. അതാ കാര്യം. പിടിച്ചു പിടിച്ചു കൂലി പിടിക്കാൻ. എവിടെ എവിടെ? എന്റെ ഈശോ. അപ്പച്ചൻ നിന്നോ, ഞങ്ങൾ പോരാ. എടാ തങ്കച്ച അവിടെ നിൽക്കാൻ. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അയ്യോ അയ്യോ, കള്ളൻ എവിടെ? അവർക്ക് ആരെങ്കിലും വിളിക്കാം. അയ്യോ മണ്ടൻ കള്ളൻ അമ്മച്ചി. നമ്മുടെ ആവരണമൊക്കെ അമ്മച്ചിയുടെ മുറിയിലല്ലേ ഇരിക്കുന്നേ. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ഓടി വരണേ. മര്യാദക്കകത്തു പോകുന്നതാണ് നിനക്ക് നല്ലത് വേലക്കാരി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ കള്ളനെ എന്നെ എങ്ങനെ അറിയാം? പ്രായമായവരെ എടാപെടാന്ന് വിളിക്കരുത് അമ്മച്ചി. ഉരുളൻ കല്ലുണ്ടെങ്കിൽ എടുത്ത് നമുക്ക് എറിഞ്ഞ് താഴെ തള്ളിയിട്ട് പുള്ളിയുടെ തല ഇടിച്ച് പൊട്ടിക്കാം. വേണ്ട, നമുക്ക് പോലീസിനെ വിളിച്ച് പറയാം. അത് വേണ്ട. അതെ, ഇത് നമുക്ക് തന്നെ ഡീൽ ചെയ്യാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മര്യാദയ്ക്ക് താഴെ ഇറങ്ങി വരണോ അതോ ഞങ്ങൾ മോളിൽ കയറി വരണോ? അല്ലേ അമ്മച്ചി? അത് തന്നെ. ഇറങ്ങി വാടാ പേരും കള്ള. വരുന്നുണ്ട് വരുന്നത് അനുസരണയാണ് കള്ളൻ. അങ്ങനെ ഇറങ്ങി വാ മര്യാദക്ക്. ഇതുവല്ലായിരുന്നു നിങ്ങൾ ഈ പാതിരേക്ക് ഇതിന്റെ മണ്ടക്കറി എന്നായിരുന്നു? ടെറസില് ചോർച്ചുണ്ടോന്ന് നോക്കിയിരുന്നു. ടെറസിന്റെ മേലെ ചോർച്ച. സത്യം പറ മനുഷ്യ, എന്നെ ഒരു ചുറ്റിക്കളി. അല്ല അപ്പച്ച, ബാർണിച്ചായന്റെ കല്യാണ നിശ്ചയത്തിന് പോണെന്ന് പറഞ്ഞ് അപ്പച്ചൻ കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതല്ലേ? എവിടെയായിരുന്നു ഇത്രയും നേരം? ഇവിടെ വന്ന്. അയ്യേ, മാപ്പി വെക്കണമെങ്കിൽ അമ്മച്ചോട് നേരത്തെ ചോദിച്ചാ പോരെ? എന്റെ ഇല്ലയോ പാവം. അതിന് ടെറസിന്റെ മേലെ കയറിട്ടപ്പോ എന്നാ കാര്യം? അതെ. അല്ല അത് പോട്ടെ, നിങ്ങളൊക്കെ ഇപ്പൊ എവിടുന്നാ വരുന്നേ? എന്താ അമ്മച്ചി ഇങ്ങനെ ബോധമില്ലാത്ത രീതി സംസാരിക്കണേ? സന്ധിക്ക് ഞങ്ങൾക്ക് കഞ്ഞി വിളമ്പി തന്നേക്ക് മറന്നോ? ആരും കഞ്ഞിയല്ല. ഈ ചായ കണ്ടോ? ഒരുത്തർക്കും പോലെ ഞങ്ങൾ എപ്പോഴേ വന്നതാ. ആരൊന്നും പറയണ്ട ഏലിക്കുട്ടി, എല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇച്ചായന് കാലത്ത് വാഴക്കുളത്ത് പെണ്ണ് കാണാൻ പോണം. അവിടെ കടത്തിന്റെ അവിടെ ബ്രോക്കർ കാത്തിരിക്കും. ഇതല്ലേ അപ്പച്ചൻ പറയാൻ ഉദ്ദേശിച്ചത്? നിങ്ങൾ ഇനി മേലെ കയറി കള്ളത്തരം കാണിക്കാൻ പോവാ. വന്നേ ഇങ്ങോട്ട്. എന്ത് കള്ളത്തരം? എന്നെ കെട്ടുന്ന കാലത്ത് എനിക്കറിയാം. കാലം കിട്ടിയ വേലി ആടാൻ പോകുന്നു. പോയി അങ്ങോട്ട്.